കർത്താവിൻ്റെ നാമം മഹിമപ്പെടട്ടെ. ഒത്തിരി പ്രാധാന്യമർഹിക്കുന്ന ഒരു വേദഭാഗം ഇന്ന് നമ്മൾ ധ്യാനിക്കാൻ പോവുകയാണ്. 17-ാം സങ്കീർത്തനത്തിൻ്റെ 3-ാമത്തെ വാക്യം. ഞാനിത് വായിക്കുന്നത് ഭയത്തോടെയാണ്. ദൈവമേ, അവിടുന്ന് എൻ്റെ ഹൃദയത്തെ ശോധന ചെയ്തു, രാത്രിയിൽ എന്നെ സന്ദർശിച്ചു. അവിടുന്ന് എന്നെ പരീക്ഷിച്ചു, ദുരുദ്ദേശമൊന്നും കണ്ടെത്തുന്നില്ല. എൻ്റെ വായ ലംഘനം ചെയ്യുകയില്ല എന്ന് ഞാൻ ഉറച്ചിരിക്കുന്നു. ഹൃദയത്തെയും ഉദ്ദേശത്തെയും വായെയും വാക്കുകളെയും പരിശോധിക്കാനായിട്ട് ഒരു മനുഷ്യൻ വിട്ടുകൊടുക്കുന്നു. ഒരു മനുഷ്യൻ അങ്ങനെ പ്രതിജ്ഞ ചെയ്യുന്നു. ഇതൊരു സമർപ്പണമെന്നോ പ്രതിജ്ഞയെന്നോ പറയാം. ദൈവമേ, അവിടുന്ന് എൻ്റെ ഹൃദയത്തെ പരിശോധിച്ചു, അവിടുന്ന് എന്നെ രാത്രിയിൽ സന്ദർശിച്ചു പരീക്ഷിച്ചു. അവിടുന്ന് എന്നിൽ ഒരു കുറവും കണ്ടെത്തുകയില്ല, എൻ്റെ അധരം പാപം ചെയ്യുകയില്ലെന്ന് ഞാൻ ദൃഢനിശ്ചയം ചെയ്തിരിക്കുന്നു. ദൈവം നമ്മെ പരിശോധിക്കാൻ വിട്ടുകൊടുക്കാനുള്ള ധൈര്യം നമുക്കുണ്ടോ? ഡോക്ടർ നമ്മെ പരിശോധിക്കുമ്പോൾ തന്നെ നമുക്കൊരു ഭയമില്ലേ? ഒരു സ്കാനിങ് എന്ന് കേൾക്കുമ്പോൾ ഒരു ഞെട്ടലുണ്ടോ? ഉണ്ട്. കാരണം എന്താ? നമ്മളറിയാത്ത എന്തെങ്കിലും കേടുകൾ നമ്മുടെ ശരീരത്തിൽ ഉണ്ടോ, ഉദരത്തിലുണ്ടോ, ഹൃദയത്തിലുണ്ടോ എന്ന് ഈ സ്കാനിങ് മിഷൻ വിളിച്ചു പറയുമോ എന്ന ഭയം നമ്മളെ അലട്ടുന്നില്ലേ? ഈ മിഷൻ ചിലപ്പോൾ വ്യാജം പറഞ്ഞേക്കാം. എന്തായാലും ഒരു സ്കാനിങ്ങിന് പോകുമ്പോൾ ഭയമുണ്ട്, ഒരു എക്സ്റേക്ക് പോകുമ്പോൾ ഭയമുണ്ട്, ഒരു ബ്ലഡ് വർക്കിന് പോകുമ്പോഴും ഭയമുണ്ട്. നമ്മുടെ ജീവിതത്തിൻ്റെ ഒടുവിൽ 10, 50, 100 കൊല്ലം കഴിയുമ്പോൾ മഹാദൈവത്തിൻ്റെ തിരുമുൻപിൽ ഒരു സ്കാനിങ് ഉണ്ടേ. കംപ്ലീറ്റ് സ്കാനിങ് ഉണ്ട്. അതിനു മുമ്പ് എല്ലാ ദിവസവും ഒരു സ്കാനിങ് നടത്തിക്കൂടെ എന്ന ചോദ്യം. അതാണ് ഈ വാക്യം. നീ എൻ്റെ ഹൃദയത്തെ ശോധന ചെയ്ത് രാത്രിയിൽ എന്നെ സന്ദർശിക്കുവാൻ ഞാൻ എന്നെ സമർപ്പിക്കുന്നു. നമ്മിൽ ഒരു രാത്രിയുണ്ട് അല്ലേ? എല്ലാ ദിവസവും ഒരു രാത്രിയുണ്ട്. രാത്രിയാകുമ്പോഴാണോ നമ്മൾ ചീത്തയാകുന്നത്? അറിയില്ല. എന്നെ സംബന്ധിച്ചിടത്തോളം രാത്രിയാണ് ഏറ്റവും സുന്ദരം. ചില മനുഷ്യർ രാത്രിയിലാണ് ചീത്തയാകുന്നത്. ദൈവത്തോട് പറയാം, ആരും എന്നെ കാണാതിരിക്കുന്ന രാത്രിയിൽ നീ എന്നെ പരിശോധിക്കുവാൻ ഞാൻ എന്നെ വിട്ടുതരുന്നു. എൻ്റെ ഹൃദയത്തെയും എൻ്റെ ചിന്തകളെയും എൻ്റെ ഉദ്ദേശങ്ങളെയും സമ്പൂർണമായി പരിശോധിക്കുവാൻ ദൈവമേ അങ്ങയുടെ കയ്യിലോട്ട് ഞാൻ എന്നെ തരുന്നു. ഞാനൊരു സുവിശേഷകനാണ്, ഞാനൊരു ഉപദേശിയാണ്, പാസ്റ്ററാണ് എന്നതുകൊണ്ട് മാത്രം ഞാൻ നീതിമാനാകണമെന്നില്ല. ദൈവമേ, അങ്ങ് എന്നെ ശോധന ചെയ്യണമേ. രാത്രിയിൽ എന്നെ ശോധന ചെയ്യുവാൻ ഞാൻ എന്നെ തന്നെ സമർപ്പിക്കുന്നു. എന്നിട്ട് അദ്ദേഹം പറയുകയാണ്, എൻ്റെ വായ ലംഘനം ചെയ്യുകയില്ല എന്ന് ഞാൻ ഉറച്ചിരിക്കും. ഇങ്ങനെ മനസ്സിലാക്കാം, എൻ്റെ അറിവോടുകൂടെ, എൻ്റെ സമ്മതത്തോടുകൂടെ ഒരു പാപവും ചെയ്യുകയില്ലെന്ന് ഞാൻ ഉറച്ചിരിക്കും. ഒരു ദുർബല നിമിഷത്തിൽ ഒരു സുന്ദരിയായ വനിതയെ കണ്ടപ്പോൾ അരുതാത്തത് ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്തു പോയ ഒരു മനുഷ്യനാണ് ഇത് എഴുതുന്നത്. അതുകൊണ്ട് അദ്ദേഹം കുറ്റസമ്മതം നടത്തിക്കൊണ്ട് പറയുകയാണ്, ഞാൻ അരുതാത്തത് ചെയ്യുകയില്ല. എൻ്റെ അറിവിൽ
എൻ്റെ ഓർമ്മയിൽ അങ്ങനെ വരാൻ ഇല്ല, ഒന്നും അങ്ങനെ ഒന്നും വരരുതേ എന്ന് ഞാൻ ആഴമായി ആഗ്രഹിക്കുന്നു. അതുകൊണ്ട് ദൈവമേ, അങ്ങ് എന്നെ ശോധന ചെയ്യുവാനായിട്ട് ഞാൻ എന്നെ തന്നെ വിട്ടുതരുന്നു. അങ്ങെന്നെ സന്ദർശിക്കണം. രാത്രിയിലായാലും പകലായാലും അങ്ങെന്നെ ഒരുപോലെ കാണുന്നു. ഇതാ അവിടുത്തെ വിധിക്കായി ഞാൻ എന്നെ ഏൽപ്പിക്കുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.